കഴിഞ്ഞ തവണ 5000 വോട്ടിൽ താഴെ കൊല്ലം ജില്ലയിൽ തോറ്റൊരു മണ്ഡലമായിരുന്നു ചവറ എന്ന് പറയുന്നത്. 2-3 മണ്ഡലങ്ങളിൽ ഒന്ന്. അതെ, 2-3 മണ്ഡലങ്ങൾ നമ്മൾ കൊല്ലം ജില്ലയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ 5000 വോട്ടിൽ താഴെ തോറ്റിട്ടുള്ള 1000 വോട്ടുകളിൽ തോറ്റൊരു മണ്ഡലമായിരുന്നു ചവറ എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ചവറയുടെ ഗതി എങ്ങനെയായിരിക്കും? അത് ചോദിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്, ചിലത് പറയുന്നത് അട്ടിമറി വിജയമായിരിക്കും, ചിലത് പറയുന്നത് ഒരു വലിയ വിജയമായിരിക്കും ചവറയിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ്. ചവറയിൽ മേഘ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു പൾസ് എങ്ങനെയാണ്? ചവറയിലെ സാധാരണപ്പെട്ട മനുഷ്യരോടെല്ലാം ചോദിച്ചാൽ അവർക്കെല്ലാം പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഭൂരിപക്ഷം പേർ പറയുന്നത് ഷിബു ബേബി ജോൺ വിജയിക്കും, അദ്ദേഹം ഇവിടെ നിന്ന് MLA ആകും എന്ന് തന്നെയാണ് ശുഭ പ്രതീക്ഷ വയ്ക്കുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടാണ്? കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം LDF ഭരിക്കുന്ന ഒരു മണ്ഡലമാണ് ചവറ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഷിബു ബേബി ജോൺ എന്നൊരു പേരിലേക്ക് എത്തിച്ചേരുന്നത്? അദ്ദേഹം ചെയ്ത കുറെ നല്ല കാര്യങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ മുൻ MLA ചെയ്യാത്ത കുറെ കാര്യങ്ങളുമുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത്, അദ്ദേഹം തൊഴിൽ മന്ത്രിയായിരുന്നു. ഷിബു ബേബി ജോൺ എന്ന് പറയുന്നത് തൊഴിൽ മന്ത്രി ആയിരുന്ന കാലത്ത് അവിടെ മുന്നോട്ട് ചിന്തിച്ചുകൊണ്ട്, എനിക്ക് തോന്നുന്നു 2011 അദ്ദേഹം അവിടെ MLA ആയിരുന്നത്. ആ സമയത്ത് മുന്നോട്ടാണ് ചിന്തിച്ചിരുന്നത്. ഒരു 20 വർഷങ്ങൾക്ക് ശേഷം എന്തായിരിക്കും കേരളത്തിൽ അല്ലെങ്കിൽ ചവറയിൽ എന്തൊക്കെയായിരിക്കും ആവശ്യമായി വരിക എന്ന് ചിന്തിച്ചുകൊണ്ട് കുറേ അധികം പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് IIIC, കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങുന്നു. അതുപോലെ മാരിടൈം സർവകലാശാല തുടങ്ങുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ ചെയ്തിരുന്നു. അപ്പോൾ ചവറയ്ക്കൊരു ഫേം ആയിട്ടുള്ള ഒരു ബാക്ക് ബോൺ, ഒരു അടിത്തറ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം 10 വർഷം MLA ആയിരുന്ന വിജയൻ പിള്ളയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ സുജിത് വിജയൻ പിള്ളയും ഇത് നശിപ്പിച്ചു കളഞ്ഞു. ഇതിൽ അവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഞങ്ങളുടെ മക്കൾ പഠിക്കേണ്ട, ഞങ്ങളുടേതാകേണ്ടിയിരുന്ന മാരിടൈം സർവകലാശാലയൊക്കെ എന്തുകൊണ്ട് പുറത്തുപോയി, അവിടെ ഇപ്പൊ ഒന്നും നടക്കുന്നില്ല, കെട്ടിടങ്ങളെല്ലാം നശിച്ചു പോകുന്നു എന്നുള്ളൊരു ചിന്ത സാധാരണപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആരോഗ്യ സംവിധാനത്തിന്റെ വീഴ്ചയാണ്. അവിടെ ഒരു നീണ്ടകര താലൂക്ക് ആശുപത്രി വലിയ ബിൽഡിംഗ് ആയി തുറന്നിട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും പ്രവർത്തനക്ഷമമായിട്ടില്ല. ആദ്യഘട്ടം എന്ന് പറഞ്ഞ നമ്മുടെ ആരോഗ്യമന്ത്രി അത് വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചതുപോലെ ഒരു പുതിയ ബിൽഡിംഗ് തുടങ്ങിയെങ്കിലും അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഒരു റൂം മാത്രം ഒപിക്ക് വേണ്ടിയിട്ടും ജനറൽ മെഡിസിൻ ആയിട്ട് ഒരു ഡോക്ടറുണ്ട്, ചെറിയ കാര്യങ്ങൾ നോക്കുന്നു. അതിന് മരുന്ന് മേടിക്കണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നടന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോയി വേണം മരുന്ന് വാങ്ങിക്കാൻ. അപ്പൊ ഇത്രയും പണം ചിലവാക്കി ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കി വെറുതെ ഉദ്ഘാടനം ചെയ്യുന്നു. ചിലപ്പോൾ ഒരു 6-7 മാസം കഴിഞ്ഞ് ഇനി പ്രവർത്തനങ്ങൾ പൂർത്തിയായി, പണി പൂർത്തിയായി, വീണ്ടും രണ്ടാമതൊരു ഉദ്ഘാടനം നടക്കുമായിരിക്കാം. ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഉദ്ഘാടനത്തിന് മുൻപ് വലിയ പ്രവർത്തനങ്ങൾ നടന്നിരുന്നുവെങ്കിലും അതിനുശേഷം ഈ പറഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചു. ഇതൊക്കെ കാണുന്നത് അവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യരല്ലേ. പക്ഷേ എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ അവിടെ വന്നിരുന്നു. നമുക്കറിയാം ഷാഫി പറമ്പിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളും പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ പോകുന്ന നേതാവായിട്ട് മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായ ഒരു ജനത്തിരക്ക്, ഒരു ആൾക്കൂട്ടം, അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് ഷിബു ബേബി ജോണിനെ എത്തിക്കുന്നതിന്റെ ഒരു സൂചനയാണോ? തീർച്ചയായിട്ടും രാഹുൽ, നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. കേരളത്തിൽ കണ്ണൂരല്ല ഇടതുകോട്ട, കേരളത്തിലെ ഇടതുകോട്ട എന്ന് പറയുന്നത് കൊല്ലമാണ്. അത് തന്നെയാണ് കഴിഞ്ഞ 2021 നമ്മുടെ MLA ലിസ്റ്റ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ 2 MLA മാത്രമേ UDF-ലുള്ളൂ. ബാക്കി എല്ലാം ഇടത് ലൈക് CPM നിന്ന് CPI നിന്നുള്ള MLA. ചവറ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കുറച്ചൊരു കോട്ടയാണ്. ഞാൻ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലായിരുന്നു പഠിക്കുന്ന ഒരു സമയത്ത്. അവിടെ സാധാരണ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ചവറയിൽ നിന്നൊക്കെ ആളെ ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്നൊക്കെ ആള് വരും. അത്രയും ഉറച്ചൊരു പാർട്ടി കോട്ടയാണ്. അതായത് കുന്നത്തൂർ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നത് ചവറയിൽ നിന്നൊക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ചവറ എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ സംവിധാനങ്ങളുള്ളൊരു സ്ഥലമാണ്. അതെ, ഇപ്പൊ ഇത്രയും കമ്മ്യൂണിസ്റ്റ് സംവിധാനങ്ങൾ ശക്തമായിട്ടുള്ള വലിയ വേരുകളുള്ള കൊല്ലത്ത് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഷിബു ബേബി ജോൺ തോറ്റത് 1096 വോട്ടുകൾക്ക് മാത്രമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണം. 2021 രാഷ്ട്രീയ സാഹചര്യം ഒക്കെ നമുക്കറിയാം. അന്ന് കോവിഡ് കഴിയുന്നു. കോവിഡിൽ നിന്ന് കേരളത്തെ വാരിപ്പുണർന്ന ആരോഗ്യ വകുപ്പ് എന്നുള്ളൊരു വലിയ നറേറ്റീവ് ഉണ്ടാകുന്നു. അതിനുശേഷം BP കിറ്റ് അഴിമതി, അങ്ങനെ പല അഴിമതികൾ നമ്മൾ പിന്നീട് കണ്ടിരുന്നുവെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇടതുപക്ഷം വീണ്ടും ഭരണത്തിൽ വരണമെന്ന് ചിന്തിച്ചിരുന്ന കേരളമായിരുന്നു അത്. ആ വസ്തുത നമുക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയുന്നത്. ഒരു വലിയ തരംഗം ഉണ്ടായിരുന്നിട്ട് പോലും വെറും 1000 വോട്ടുകൾക്ക് ഷിബു ബേബി ജോൺ തോൽക്കണമെങ്കിൽ അവിടെ ഷിബു ബേബി ജോൺ അത്രയ്ക്ക് നല്ലൊരു ബേസ് ഉണ്ട്. ഓക്കെ, അത് സംഭവിച്ചു. പക്ഷെ 2011 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം 6000 സംതിങ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എത്ര വോട്ടിന്റെ പെർസെന്റേജിലായിരിക്കും വിജയിക്കാൻ പോകുന്നത്? അദ്ദേഹത്തിന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ
ഇടത് തരംഗം ഉണ്ടായിരുന്ന കാലത്ത് 1000 വോട്ടിന് തോറ്റ ഷിബു ബേബി ജോൺ ഇത്തവണ UDF തരംഗം ശക്തമായുള്ള കൊല്ലത്ത് 10ഓളം സീറ്റുകൾ കിട്ടുമെന്ന്, അല്ലെങ്കിൽ 7 മുതൽ 10 വരെ സീറ്റുകൾ കിട്ടുമെന്ന് പ്രവചിക്കുന്ന കൊല്ലത്ത് അദ്ദേഹത്തിന് ചവറയിൽ മത്സരിക്കുമ്പോൾ ഒരു 30,000-അടുത്ത് അല്ലെങ്കിൽ 30,000-ന് പുറത്ത് ഭൂരിപക്ഷം കിട്ടുന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. ഭൂരിപക്ഷത്തിൽ ഷിബു ബേബി ജോൺ തീർച്ചയായും. കാരണം ഇവിടെ ചിറ്റൂർ എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടർ ചവറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിറ്റൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ KMML നിന്നുള്ള ആസിഡ് റെസ്യൂഡീസ് വന്ന് അടിഞ്ഞുകൂടുന്ന ഒരു ഗ്രാമം. ഞാൻ അവിടെ നേരിട്ട് പോയി കണ്ടതാണ്. മണ്ണിന് പോലും ചുവന്ന കളറാണ്, മണ്ണിന് മഞ്ഞ കളർ, ഗോൾഡൻ കളറാണ്. കാണുമ്പോൾ ഭംഗി തോന്നുമെങ്കിലും അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഭയാനകമാണ്. എല്ലാ വീടുകളിലും പല വിധത്തിലുള്ള അസുഖങ്ങളാണ്. അപ്പോൾ ആദ്യം ഞാൻ ചിറ്റൂരിൽ പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട്, ഇവിടെ ഒരു 500 കുടുംബങ്ങളുണ്ട്, ഈ 500 കുടുംബങ്ങളെ മാത്രമല്ലേ ഇത് ബാധിക്കുന്നുള്ളൂ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ 500 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ വീട്ടിലും 500 വീടുകളിലും ക്യാൻസർ രോഗികളുണ്ട്, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ കഴിയില്ല, വെള്ളം വരില്ല. അവിടെ ഒരു കിണർ, ഞങ്ങൾ നിന്നതിന്റെ അടുത്തൊരു കിണറുണ്ട്, കിണറിലേക്ക് നോക്കുമ്പോൾ മഞ്ഞ കളർ വെള്ളമാണ് അതിൽ കാണുന്നത്. ഈ ടാങ്കറിൽ കൊണ്ടുവരുന്ന വെള്ളമാണ് അവർ നിത്യോപയോഗ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിറ്റൂര് അത്രയല്ലേ ഉള്ളൂ, ചിറ്റൂരിന് വേണ്ടിയിട്ട് അത്രയല്ലേ ഉള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഓട്ടോ സ്റ്റാൻഡിൽ ഞാൻ ചിറ്റൂരുകാരനാണ് എന്ന് പറയുന്ന ഒരാള് ഒരു കടയിൽ കയറിയപ്പോൾ ചേച്ചി പറയും ഞാൻ ചിറ്റൂരിൽ നിന്നുള്ളതാണ്, അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഷിബു ബേബി ജോണിനെ വോട്ട് ചെയ്യുള്ളൂ. അതിനൊരു കാരണമുണ്ട്. 2011 ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, പതിറ്റാണ്ടുകൾ മുൻപ് തുടങ്ങിയ പ്രശ്നമാണ്. 2011 ഷിബു ബേബി ജോൺ MLA ആയിരുന്ന കാലത്ത് 125 കോടിയാണ് ഇവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനായി ഉപയോഗിച്ചിട്ടുള്ളത്, വകയിരുത്തിയിട്ടുള്ളത്. ഫണ്ട് സാങ്ഷൻ ആയില്ല, കൊടുത്തിരുന്നു, സാങ്ഷനായി, പക്ഷെ അതിന് തുടർ പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ ഈ അവസാനത്തെ ഇപ്പൊ സുജിത് വിജയൻ പിള്ള MLA ആയിരിക്കുന്ന അവസാനത്തെ ടേണിൽ 25 കോടി എങ്ങാണ്ടാണ് അതിന് വക മാറ്റിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഈ കേരളിന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് കണ്ടു, മെട്രോയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റരുത്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റരുതെന്ന് ആവശ്യപ്പെടുന്ന ഒരു ജനത ഒരു സൈഡിലുള്ളപ്പോൾ ചിറ്റൂരിലെ ആൾക്കാർ ആവശ്യപ്പെടുകയാണ്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ അപ്പന്മാർ എനിക്ക് തന്ന എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റി തരുമോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു MLA വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിറ്റൂരിലെ ഒരു ചേച്ചിയോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. ആ ചേച്ചി എന്നോട് ചോദിക്കുകയാണ്, ഒന്നുമില്ലെങ്കിലും അയാൾ ഒരു ഡോക്ടർ അല്ലേ, ഞങ്ങളുടെ സാഹചര്യം അയാൾക്ക് മനസ്സിലാകില്ലേ? ഒരു ഡോക്ടറായ MLAക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്ക് മനസ്സിലാകുമെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ഇവരുടെ എല്ലാം ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഷിബു ബേബി ജോൺ അധികാരത്തിൽ വരികയും അദ്ദേഹത്തിന് മുൻപോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ അറിയാം, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നോക്കാൻ അറിയാം. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ചിറ്റൂര് മാത്രമല്ല, ചിറ്റൂരിനൊപ്പം നിൽക്കുന്ന ചവറയുടെ ഒരു ജനതയെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പലരും ചിറ്റൂര് താമസിക്കുന്നവരല്ലാത്ത പലരും പറയുന്നുണ്ട്, ആ മനുഷ്യരുടെ, പാവപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ ഒന്ന് മാറ്റിക്കൊടുക്കാൻ ഈ MLAക്ക് ആയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചവറ ഒന്നടങ്കമാണ് ഈ പറയുന്ന വിഷയത്തെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് എനിക്കിത് കേട്ടപ്പോൾ നമ്മുടെ വിജയ് സിനിമകളില്ലേ, ആ സിനിമകളിലെ ഒരു ഇത് നമുക്ക് തോന്നി. അതിൽ രക്ഷകനായിട്ട് വിജയ് വരുന്നത് പോലെയാണ് ഷിബു ബേബി ജോണിനെ അവിടുത്തെ ആളുകൾ കാണുന്നത്. അതായത് ചിറ്റൂര് എന്ന് പറയുന്ന ഗ്രാമം, അപ്പോൾ എല്ലാ സിനിമയിലും ഇപ്പോൾ വിജയുടെ സിനിമയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അത്തരത്തിൽ മാലിന്യ പ്ലാന്റുകൾ കാരണം ജീവിക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന ഒരു മനുഷ്യരെ രക്ഷപ്പെടുത്താൻ ഒരു ദൈവത്തെ പോലെ ഒരാളെ കാത്തിരിക്കാൻ ഒരു രക്ഷകനെ, ആ രക്ഷകനായിട്ടാണ് ഷിബു ബേബി ജോൺ അവിടെ ഇപ്പോൾ ജനങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടുത്തെ LDF സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഒരു രൂപ പോലും മുടക്കാനും അവർ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നതാണ്. ഇതിനകത്ത് ഷിബു ബേബി ജോൺ കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ രാഹുൽ നോർത്തു നോക്കൂ, UDFന്റെ ഒരു 10 നേതാക്കളുടെ പേരെടുത്ത് നോക്കിയാൽ ആദ്യ 10-ലുണ്ട് ഷിബു ബേബി ജോൺ എന്ന RSP നേതാവ്. ഉറപ്പായിട്ടും മന്ത്രിയാകാൻ പൊട്ടൻഷ്യൽ ഉള്ള സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് സേഫായ വിജയിക്കുമെന്ന് ഉറപ്പുള്ള UDFന്റെ ഒരു കോട്ട, ഒരു സീറ്റ് എനിക്ക് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് അത് കൊടുക്കുമായിരുന്നു. ഞാൻ എന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്തു, എന്തുകൊണ്ടാണ് ചവറ വീണ്ടും തിരഞ്ഞെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ചവറയ്ക്ക് എന്നെ ആവശ്യമാണ്, ചവറയാണ് എന്റെ സ്ഥലം, എന്റെ സ്വന്തം മണ്ണിലാണ്. എനിക്ക് വേറെ മണ്ഡലങ്ങളിലൊന്നും പോണ്ട, ചവറ തരികയാണെങ്കിൽ ഞാൻ മത്സരിക്കും. ആ പറയുന്ന ഒരു കോൺഫിഡന്റ് ആണ് ഈ ചവറയിൽ. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു 10-20,000 വോട്ടിന്റെ വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇപ്പോൾ മേഘ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ അവിടെ ഉണ്ടായ ഒരു ജനക്കൂട്ടം, ഷാഫി പറമ്പിൽ വന്നിട്ടുള്ള ആ ഒരു കാഴ്ച, അന്നുണ്ടായ ജനക്കൂട്ടം അതൊരു ട്രെൻഡായിട്ട് മാറുകയാണെങ്കിൽ 30,000-ന് മുകളിൽ വോട്ടിന്റെ ഒരു വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ഷിബു ബേബി ജോൺ അവിടെ വിജയിക്കാൻ പോകുന്നത്.